തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിങ്ങിലുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവായത് വൻ ദുരന്തം. പാർക്കിംഗ് കേന്ദ്രത്തിലുണ്ടായിരുന്ന 500-ലധികം ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായും കോടികളുടെ നഷ്ടം സംഭവിച്ചതായും കണ്ടെത്തി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഇന്ന് രാവിലെ 6:15ഓടെയാണ് ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് ഇടത്തിൽ വൻ തീപിടുത്തം ഉണ്ടായത്. റെയിൽവേയുടെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും തീപ്പൊരി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പറന്നു വീഴുകയായിരുന്നു. ഒരു വാഹനം മൂടി വെച്ചിരുന്ന കവറിന് മുകളിലേക്ക് തീപ്പൊരി വീഴുകയും പിന്നാലെ തീ പടർന്നു പിടിക്കുകയുമായിരുന്നു. പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാർ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും പിന്നാലെ പൊട്ടിത്തെറിയോടുകൂടി വാഹനങ്ങളിലേക്ക് തീ പടർന്നു. റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് ഏരിയ പ്രവർത്തിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെ ഇന്ന് രാവിലെ 6:15 സമയത്തിൽ ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ ഈ പേ പാർക്ക് സ്ഥലത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടത്തേക്ക് ഇതിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിരുന്നത് ഇവിടുത്തുള്ള ആ കെയർ ടേക്കറായിട്ടുള്ള ആ മാഡത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ പ്രാഥമികമായിട്ട് ഇപ്പോൾ കിട്ടിയത് ആ ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവുപെടുത്തിയിരിക്കുന്നതിലേക്ക്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ പൂർണ്ണമായും കെടുത്തിയത്. പുലർച്ചെയായതിനാലും ആളുകൾ എത്തിത്തുടങ്ങാത്തതിനാലും വൻ ദുരന്തം ഒഴിവായി. പാർക്കിംഗ് ഇടത്തിൽ തീ പടർന്ന സമയം തീ അണയ്ക്കാനുള്ള അടിയന്തര സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അടിയന്തര നടപടി ഉണ്ടാകുമെന്നും സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറോടാണ് പ്രാഥമികമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ മറ്റ് അന്വേഷണങ്ങളുണ്ടാകും. ഇത് ഇവിടെ അവസാനിക്കുന്നൊരു പ്രശ്നമല്ല. വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ നടപടിയും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഓഡിറ്റും ഇവിടെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നഗരത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും പാർക്കിംഗ് സ്പേസുകൾ ഉൾപ്പെടെ നല്ല ഗൗരവമായിട്ടുള്ള സുരക്ഷ ഓഡിറ്റുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റെയിൽവേ ഡിവിഷണൽ മാനേജരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേയിൽ ഉണ്ടായ സംഭവം അത്യന്തം ഗുരുതരമാണെന്നും വിഷയത്തിൽ ക്രിയാത്മകമായിട്ടുള്ള അന്വേഷണം വേണമെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും, വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും. ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പോലീസിൻ്റെ അന്വേഷണം റിപ്പോർട്ട് ഉടനെ തന്നെ ലഭിക്കും. അതനുസരിച്ചിട്ടുള്ള മറ്റു അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രത്തിൽ 600ഓളം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 500ഓളം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ.